ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ ബിജുലാൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, സ്വാഗതം പറഞ്ഞ ശ്രീ അമ്പാടി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ്, മുഖ്യാതിഥികളായ ശ്രീ ജി ജയപാൽ, സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, ജനറൽ സെക്രട്ടറി, ശ്രീ മുഹമ്മദ് ഷെരീഫ്, സംസ്ഥാന ട്രഷറർ, ശ്രീ പ്രസാദ് ആനന്ദ ഭവൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, ശ്രീ മൊയ്തീൻ കുട്ടി ഹാജി, സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ, ശ്രീ GK പ്രകാശ്, ഉപദേശക സമിതി അംഗം, നന്ദി പറയാൻ എത്തിയിട്ടുള്ള ശ്രീ PP അബ്ദുൾ റഹ്മാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ ശ്രീ GK പ്രകാശ് ഒരു മാസം മുമ്പെങ്ങോ ഏതോ ഒരു ഫംഗ്ഷനിൽ കല്യാണത്തിനേതോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനൊരു ഫംഗ്ഷനുണ്ട് വരണട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് പോവല്ലേ വേണ്ടു, തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. ആ തിരക്കിലിപ്പോൾ ഞാൻ വന്നാലും വന്നില്ലെങ്കിൽ അറിയില്ലല്ലോ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഒഴിവാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അദ്ദേഹം ബുദ്ധിപൂർവ്വം വേറെ അതിൽ മറ്റേ ശ്രീ ബിജുലാലടക്കം മറ്റുള്ളവരെ കൂടി വന്ന് അത് നിങ്ങളെ നേറ്റുണ്ട് എന്നുള്ള രീതിയിലാണ് പറയണവർ. അപ്പോൾ പിന്നെ നിവൃത്തിയില്ലാതെ അപ്പം എന്നാൽ വരാമെന്നങ്ങോട്ട് ഏറ്റു. പക്ഷെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും, ശ്രീ പൊതുവാൾ പയ്യന്നൂരാണ്, ഞാൻ ജനിച്ച സ്ഥലമാണ്, ജന്മം കൊണ്ട് പയ്യന്നൂരും കർമ്മം കൊണ്ടും തൃശ്ശൂരാണ് എൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണാം. അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ആയ കൂടി പച്ച പിടിക്കുന്ന ഒരു പ്രസ്ഥാനം നിങ്ങളുടെയാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അപ്പോൾ കല്യാൺസിലേക്ക് നിങ്ങൾക്ക് എല്ലാ ജില്ലയിലും നിങ്ങളുടെ സൗകര്യത്തിന് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഇനി ഇങ്ങനെ തൃശ്ശൂർക്ക് വരിക നിങ്ങൾ ആലോചിക്കേണ്ട. ഏത് ജില്ലയിലാണോ അവിടെ നിങ്ങൾക്ക് പോയി എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കിട്ടിയ ഒരു അവസരം എന്നാണ് ഞാൻ സത്യത്തിൽ ഇത് കണക്കാക്കിയത്. എന്തായാലും കേരളം നമ്മൾ വ്യാപാരികൾ അല്ലെങ്കിൽ എൻ്റർപ്രിനേഴ്സിനോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, ഞാനടക്കമുള്ളവർ എന്തെങ്കിലും ജീവിതത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗംഭീരമായി നമ്മൾ പറയാറില്ല. പോണു കഴിച്ചു കൂട്ടണു എന്ന് പറയും. അത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപവും. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അത് UDF ആയിരിക്കാം, LDF ആയിരിക്കാം, ആരെങ്കിലും വന്ന് പൊക്കോട്ടെ, നമുക്ക് കേരളം വിട്ട് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ BJP വന്നുകൂടായില്ല. ആര് വന്നാലും നമ്മൾ ബിസിനസ്സുകാർക്ക് രാഷ്ട്രീയമില്ല. അവരെ നന്മ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ LDF ഭരിക്കുമ്പോൾ UDF ഇതുവരെ 5 കൊല്ലത്തിൻ്റെ ഇടയിൽ LDFൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി നല്ലതാണെന്ന് UDF പറഞ്ഞിട്ടില്ല. അതേമാതിരി കേന്ദ്രത്തിൽ BJPയുടെ 10 കൊല്ലം കഴിഞ്ഞ് 11-12 കൊല്ലമായിട്ടും ഏതെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്ത് ശരിയാണെന്ന് കോൺഗ്രസും പറഞ്ഞിട്ടില്ല. അതാണ് രാഷ്ട്രീയം. നമുക്കതല്ല. നമ്മളിങ്ങനെ നെഗറ്റീവ് പറയും തോറും കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും വിട്ട് ധാരാളം മെറിറ്റുള്ളൊരു സ്ഥലമാണ് കേരളം. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസം കേരളത്തിലെ അട്രാക്റ്റ് ചെയ്ത് വരുന്നൊരു കാലഘട്ടമാണ്. അത് പണ്ടൊക്കെ ഹൈവേ പയ്യന്നൂരോ കാസർഗോഡോ അല്ലെങ്കിൽ ആ കണ്ണൂരൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടുപോകാറുണ്ട്. ഭക്ഷണത്തിന് പെട്ടെന്ന് വിശന്നാൽ നിവൃത്തിയില്ല, ഒക്കെ വീട്ടിൽ നിന്ന് പാഴ്സലായിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ അതല്ല, ഏത് ഭക്ഷണം വിശക്കണു തോന്നിയാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു സ്ഥലം കിട്ടും. അത്ര അധികം റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ഒരുമാതിരി വളരെ നല്ല രീതിയിൽ നടത്തി പോരുന്നുണ്ട്. പക്ഷേ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും കൂടുന്തോറും ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു നോട്ടപ്പുള്ളികളാവും നമ്മൾ. അപ്പം അവർക്ക് എന്നും റവന്യൂ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ, വരുമാനക്കുറവുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ വരുമാനം കൂട്ടാം എന്നവരാലോചിക്കും. അപ്പോൾ അവർ ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ സംഘടനയുടെ ഒരു ശക്തി വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതെന്തിനാ ഈ സംഘടന? നമ്മളിങ്ങനെ വീട്ടിലിരുന്നാൽ പോരെ, മറ്റുള്ളവർ നടത്തിക്കോളും എന്നുള്ളൊരു ധാരണയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം, നിങ്ങൾക്കറിയുന്ന മാതിരി തന്നെ KTG എന്ന കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ്സ് അസോസിയേഷൻ്റെ
സംസ്ഥാന പ്രസിഡൻ്റായി 35 കൊല്ലമായി. എന്നെ ഒഴിവാക്കണില്ല അവർ, യുനാനിമസാണ്. ഇതുവരെ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഒരു നോമിനേഷൻ കൊടുത്താൽ എനിക്ക് പിന്നാക്കം വയ്ക്കാം. അത്രത്തോളം ശക്തിയായിട്ട് പോവുകയാണ്. 30,000 മെമ്പർമാരുമുണ്ട്. ഏറ്റവും വലിയ സംഘടന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സമ്മതിക്കില്ല, ഞാൻ ആ തർക്കത്തിലേക്കില്ല. 30,000 മെമ്പർമാരായിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടൊരു സംഘടന നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, FBO, ഫെഡറേഷൻ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ മെമ്പർമാരുണ്ട്. ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സമരം ഒരു മാർഗ്ഗമല്ല. സമരം കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല. കാരണം ഈ മുഖ്യമന്ത്രിയായിരിക്കുന്നവരും മന്ത്രിയായിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ അവർക്ക് മുതൽ മുടക്ക് തന്നെ സമരവും രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഇത്രയധികം സമരം ചെയ്ത് മുന്നോട്ട് വന്നവരോട് നമ്മൾ ഒരു ദിവസം 2 ദിവസം കടകളടച്ചാൽ അവരറിയും കൂടിയില്ല. ഓഫ് കോഴ്സ് ഹോട്ടലാണ് ഒരു 10 ദിവസം അടച്ചാൽ ചിലപ്പോൾ ഒരു ഇത്തിരി വ്യത്യാസം വന്നേക്കാം, ബാക്കിയൊന്നും അടച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല അവരൊരു കാര്യം നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളം മുന്നോട്ട് പോകണമെങ്കിൽ, ഈ പറഞ്ഞ GST വിഹിതം കൂടണമെങ്കിൽ, തൊഴിൽ സാധ്യതകൾ വരണമെങ്കിൽ വ്യാപാര മേഖലകൾ ഉയർന്നു വരേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ വലിയ ഇൻഡസ്ട്രിയൽ ലെവലുള്ള വളർച്ചകൾക്ക് സാധ്യതകൾ കുറവാണ്. ഇന്ന് തന്നെ 73% GDP കേരളത്തിന് കോൺട്രിബ്യൂഷൻ വരുന്നത് നമ്മളെ മാതിരി ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. 73%. കൃഷി വളരെ കുറവുള്ളൂ, 20 പോലും ഇല്ല, 19 ഉള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ സംഘടന, എല്ലാ സംഘടനയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മളൊക്കെ വളരെ ആഗ്രഹിച്ച് വളർത്തി, നമ്മളൊക്കെ കൂടെ നിന്ന് തൃശ്ശൂരാണ് ജന്മം കൊടുത്തിട്ടുള്ളത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക്. അന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ 81 ഏറ്റവും പ്രസിദ്ധമായെന്ന് പറയാം ഐതിഹാസികമായ സമരം. 31 ദിവസം അങ്ങാടി മുഴുവൻ അടച്ചിട്ടു. ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? സാധിക്കില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളിടത്തേക്ക് ഞാൻ വരുന്നില്ല. കാരണം അന്ന് അടച്ചിട്ടതിൻ്റെ ദോഷം നായരങ്ങാടിയിലും അരിയങ്ങാടിയിലും ഇന്നും തീർന്നിട്ടില്ല. ഇവിടെ അടച്ചപ്പോൾ വേറെ സ്ഥലത്ത് തുടങ്ങിയവർ, അവിടെ ലോഡിങ്ങിൻ്റെ അൺലോഡിങ്ങിൻ്റെ കുറവുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, വില കുറവായതുകൊണ്ട് അങ്ങോട്ട് മാറി ബിസിനസ്. അപ്പോൾ നമുക്ക് വേണ്ടത് കടയടച്ചിടലല്ല, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, പല സ്ഥലങ്ങളിലും പല വ്യാപാരി സംഘടനകളിലും നേതാക്കന്മാർ കാര്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ മന്ത്രിമാർ വിളിക്കും, പോവും, കുറേ ചർച്ച ചെയ്യും, കുറേ ഗവൺമെൻറ് ഓർഡർ പാസ്സാക്കി ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴാണ് ഇങ്ങനൊരു പുതിയ നിയമം വന്നിട്ടുണ്ട് എന്ന് പോലും നമ്മൾ അറിയുന്നുള്ളൂ. അതുവരെ നമ്മൾ അറിയാറേ ഇല്ല. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ടെക്സ്റ്റൈൽ മേഖല ഞങ്ങൾ വളരെയധികം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ വന്ന കോവിഡ് കാലഘട്ടത്തിൽ കേരളം മുഴുവൻ അടഞ്ഞു കിടന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അടഞ്ഞു കിടന്നു, തുറക്കുന്നില്ല. മറ്റെല്ലാ സ്റ്റേറ്റുകളും തുറന്നു, അപ്പോഴും നമ്മുടെ കടകൾ തുറക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് ഉള്ളപ്പോൾ കൂടുതൽ ബ്രാഞ്ചുള്ളവർക്ക് ഗുണവും, അടച്ചിടുമ്പോൾ വലിയ നഷ്ടമായിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു 7,000-ഓളം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഒക്കെ മലയാളികളുമാണ്. ഈ ഹിന്ദിക്കാർ നിങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ല, ഇഡ്ഡലി കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചു പോകും. ഞങ്ങളുടെ അങ്ങനെ അല്ലല്ലോ. മലയാളത്തിൽ തന്നെ നിനക്ക് നന്നായിട്ടുണ്ട്, ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എടുക്കുള്ളൂ. അപ്പോൾ മലയാളികളെ ജോലിക്ക് വയ്ക്കും. ഒരു കുഴപ്പവും നമുക്കുമില്ല. അതാണ് ഞാൻ പറഞ്ഞു തന്നെ, സമരവും കൂടിയും ഭയപ്പെടുത്തി ആവശ്യമില്ലാത്തൊരു നെഗറ്റീവ് ആണ് ഇന്ന് കേരളത്തിൽ പത്രമാധ്യമങ്ങൾ ചെയ്യുന്നത്. അതാണ് ആൾക്കാർക്ക് ആഗ്രഹം. മലയാളികൾക്ക് നെഗറ്റീവ് വായിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സംഘടനകളിൽ പലവരും കാര്യമായിട്ട് ബിസിനസ് ചെയ്യാത്തത് കൊണ്ട് മീറ്റിങ്ങിന് പോവും, പ്രസംഗിക്കും. ഇപ്പോൾ പ്രസംഗമൊക്കെ നോക്കുമ്പോൾ നമുക്ക് പ്രസംഗിക്കാൻ പറ്റിയ വശമില്ല, നമുക്കത് ബിസിനസ് ചെയ്തിട്ടില്ലേ പരിചയമുള്ളൂ. അപ്പം നല്ല കത്തിക്കാളുന്ന പ്രസംഗം കണ്ടാൽ നമ്മൾ കൈയടിച്ച് പോവും. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ആലോചിക്കുമ്പോൾ എന്താ ആൾ പറഞ്ഞെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഇവർ പോയി ചർച്ച പോയെന്നാൽ നടക്കില്ല. അങ്ങനെ കോവിഡ് കാലഘട്ടത്തിൽ ഇവരെല്ലാവരും പോയി CM കണ്ടു. CM പറഞ്ഞു, എന്നാൽ തുറക്കണ്ടേ, ഞാൻ ആലോചിച്ചോളാം, പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ വീണ്ടും പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് പോയി കണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ സിറ്റുവേഷനും, ഹോട്ടലായാലും തുണിയായാലും മറ്റവരൊക്കെ ഇവിടെ നിന്നല്ല ഈ കോവിഡ് വരുന്നത് വെച്ചാൽ നമുക്കതറിയാം. ഏതെങ്കിലും ഒരു കടയിൽ കോവിഡ് വന്നാൽ അത് അടച്ചിടും, പിന്നെ തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ വളരെ ഹൈജീനിക്കായിട്ട് ഗവൺമെൻറ് പറയുന്ന നിബന്ധന വിട്ട് കൂടുതൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നോക്കി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തുറന്നു. ഇനി അടച്ചിട്ടാൽ
ഞങ്ങളല്ല, ഞങ്ങളുടെ കൂടെയുള്ള ജീവനക്കാരെയും ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സാർ ഇത് കാര്യമായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അന്നത്തെ ദിവസം സ്ക്രോളിങ്ങിൽ വന്നു തുണിക്കടകളെല്ലാം തുറക്കുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സംഘടനകളും ശബ്ദമുണ്ടാക്കി. എന്താ അവർക്ക് മാത്രം പ്രത്യേകത ചോദിച്ചു. അങ്ങനെയാണ് എല്ലാ കളക്ടർമാർക്കും കൂടി പറഞ്ഞു, ചീഫ് സെക്രട്ടറിയോട് ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്, എല്ലാം കൂടി തുറക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം തുറക്കാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അവരെ കാണാൻ പോകുന്നവർ ബിസിനസ്സുകാരായിരിക്കണം, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നവരായിരിക്കണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ അതാത് സംഘടനകൾ, അതായത് ഇന്ന് ഡോക്ടർമാർ കോൾഡ് പനി വന്നാൽ നമ്മുടെ ജനറൽ ഫിസീഷ്യനെയാണ് കാണുക. കാര്യമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ ഹാർട്ടിനാണെങ്കിൽ കാർഡിയോളജിയും, കിഡ്നി ആണെങ്കിൽ നെഫ്രോളജിയും, വേറെ വല്ല പാരാലിറ്റിക്കോ ആണെങ്കിൽ ന്യൂറോളജി, ഇങ്ങനെ നമ്മൾ കാണുന്ന മാതിരി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വ്യാപാര മേഖല. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആവശ്യവുമാണ്. അതിൽ ഈ പ്രതിനിധികളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇന്ന് ഞാൻ സംഘാടകരോട് ചോദിച്ചപ്പോൾ ഈ സമ്മേളനം കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിനിധികളായിട്ടുള്ള ചർച്ചയാണെന്ന് പറഞ്ഞു. ആ ചർച്ചയാണ് നമുക്കിന്ന് അത്യാവശ്യം. കാരണം എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ഭാഗത്തും ഏത് ബിസിനസ്സിലും ചെറിയ ചെറിയ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഹോട്ടലുകളിലും ചിലപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പോകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം കാണും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും അത് കുറച്ച് കൊണ്ടുവരാൻ ഇൻഡിവിജ്വലായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഈ 5 സ്റ്റാർ ഹോട്ടലൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ആൾക്കാർക്ക്. നല്ലൊരു കാപ്പി ഞാൻ പോകുമ്പോൾ കുടിക്കണം എന്നുണ്ടെങ്കിൽ കാറ് നിർത്തിക്കഴിഞ്ഞാൽ ഇയാളെന്താ ഇവിടെ പോയി നിർത്തി കുടിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ നല്ല കാപ്പിയും ചായയും കിട്ടണമെങ്കിൽ ഒരു ആവറേജ് ഹോട്ടലിലേക്ക് പോകണം. ഈ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോയാൽ അരമണിക്കൂർ ഇരിക്കുകയും വേണം, അതിന് ചൂടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുവരാനും കൂടുതൽ മലയാളികളെ തൊഴിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ക്രയവിക്രയം നടക്കുക. പഴയ കാലത്ത് മലയാളികൾ ഗൾഫിൽ പോയി ആ പണം മുഴുവൻ കേരളത്തിൽ വന്നിരുന്നു. അവർ ജീവിക്കാൻ വേണ്ടി ദുബായിൽ പോവുകയും അവരെ വരുമാനം മുഴുവൻ കേരളത്തിലേക്ക് അയച്ചതുകൊണ്ടാണ് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി വന്നതും കേരളം വളരെയധികം പച്ച പിടിച്ചതും. ആ പച്ച പിടിച്ചതോട് കൂടിയിട്ട് ഗവൺമെൻറ് നമ്മളെല്ലാം മടിയന്മാരായി. അങ്ങനെ ഗൾഫിലത്തെ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം, ഗൾഫ് വളരെ അത്ര നല്ല ഒരു ഇടമല്ല എന്ന് കണ്ടതോടുകൂടി ധാരാളം പേര് തിരിച്ചു വന്നു. മലയാളികളെ കുറേ പറഞ്ഞയച്ചു. ഇന്ന് വാസ്തവത്തിൽ മലയാളികളിൽ ക്രീമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഗൾഫിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. അവരൊക്കെ തൊഴിൽ ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല എന്തെല്ലാം പറഞ്ഞാലും മലയാളികളെ മാതിരി പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാനും കുറച്ചുകൂടി വൃത്തിയായിട്ട് ഹൈജീനിക്കായിട്ട് ജോലി ചെയ്യാനും പറ്റാവുന്നവരും കൂടിയാണ് അവർ. അതിനുള്ളൊരു അവസരം കൂടി നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എനിക്ക് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച നിങ്ങളെല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.